ഹായ് എവരിവൺ, കേരള PSC HSI മാത്തമാറ്റിക്സിലെ റിയൽ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഓപ്പൺ സെറ്റ് ആണ്. നമുക്ക് നോക്കാം. എ സെറ്റ് ഈസ് സെറ്റ് ടു ബി ഓപ്പൺ ഇഫ് ഇറ്റ് ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. ദാറ്റ് ഈസ് ഫോർ ഈച്ച് എക്സ് ഇൻ എസ് ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ ഇൻ്റർവൽ IX സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു IX കണ്ടെയ്ൻഡ് ഇൻ എസ്. അതായത് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് പറയണമെങ്കിൽ ആ സെറ്റ് അതിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും നെയ്ബർഹുഡ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ എസ് എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ആണെന്ന് പറയാം. ഏതൊരു പോയിന്റ് എസ്സിലെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം നെയ്ബർഹുഡായിട്ട് എസ് വരുന്നെങ്കിൽ നമുക്ക് പറയാം എസ് ഈസ് ആൻ ഓപ്പൺ സെറ്റ് എന്ന് പറയാം. അതായത് നമുക്കിങ്ങനെ പറയാം, നമ്മൾ എസ്സിലെ ഒരു പോയിന്റ് എടുത്തു എക്സ്, അങ്ങനെയെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ IX എസ്സിലുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഏതൊരു പോയിന്റ് എസ് എന്ന് പറയുന്ന സെറ്റിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ ആ സെറ്റ് എസ്സിലുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ സെറ്റ് ഓപ്പൺ ആണ്. ഓക്കെ, അത് നെയ്ബർഹുഡിൻ്റെ ഡെഫിനേഷനാണ്. ഇൻറ്റീരിയർ പോയിന്റുമായിട്ട് കണക്ട് ചെയ്തും പറയാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. എവറി പോയിന്റ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. അതായത് നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം, ഒരു ഓപ്പൺ സെറ്റാണ്, ഒരു സെറ്റ് ഓപ്പൺ സെറ്റാണെന്ന് പറയണമെങ്കിൽ ആ സെറ്റിലെ ഏതൊരു പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കണം. ഓക്കെ, ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ ആ സെറ്റിലെ എല്ലാ പോയിൻറ്റ്സും എന്തായിരിക്കും? ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. ഇൻറ്റീരിയർ പോയിൻ്റ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, നെയ്ബർഹുഡ് എന്താണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആ ഡെഫിനേഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കാൻ ഈസിയാണ്. ഓക്കെ, നമുക്കൊരു ഈ റിസൾട്ട് ഇവിടെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാ പോയിൻറ്റ്സും എന്തായിരിക്കും? ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. ഇനി അതിനെ റിലേറ്റ് ചെയ്തൊരു റിസൾട്ടാണ് എസ് ഈസ് ഓപ്പൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻറ്റീരിയർ ഓഫ് എസ് ഈക്വൽ ടു എസ്. എസ് ഓപ്പൺ ആണ് എങ്കിൽ ആ സെറ്റിൻ്റെ ഇൻറ്റീരിയറും ആ സെറ്റും സെയിം ആയിരിക്കും. ഇനി ഒരു സെറ്റിൻ്റെ ഇൻറ്റീരിയറും ആ സെറ്റും സെയിം ആണെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കും? ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, എന്താണ് ഓപ്പൺ അല്ലെങ്കിലുള്ള കണ്ടീഷൻ എന്താ നോക്കാം. ദ സെറ്റ് ഈസ് നോട്ട് ഓപ്പൺ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ നെയ്ബർഹുഡ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓർ ദാറ്റ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഓഫ് ദ സെറ്റ് വിച്ച് ഈസ് നോട്ട് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. ഒരു സെറ്റ് ഓപ്പൺ അല്ല എങ്കിൽ, ഒരു സെറ്റ് ഓപ്പൺ അല്ല എങ്കിൽ എന്താ പറയുക? അതിലെ ഒരു പോയിൻറ്റിൻ്റെയെങ്കിലും നെയ്ബർഹുഡായിട്ട് ആ സെറ്റ് വരില്ല. ഓക്കെ, ഓപ്പൺ ആണെങ്കിൽ എല്ലാ പോയിൻറ്റ്സിൻ്റെയും നെയ്ബർഹുഡ് ആയിരിക്കണം ആ സെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പൺ അല്ലെങ്കിലോ അറ്റ്ലീസ്റ്റ് വൺ പോയിൻറ്റിൻ്റെ എങ്കിലും നെയ്ബർഹുഡായിട്ട് ആ സെറ്റ് വരില്ല. പിന്നെ ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഓഫ് ദ സെറ്റ് വിച്ച് ഈസ് നോട്ട് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. പിന്നെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടാവും, ആ സെറ്റിൽ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടാവും. ആ പോയിൻ്റ് എന്താവില്ല? ഇൻറ്റീരിയർ പോയിൻ്റ് ആവില്ല. ഇൻറ്റീരിയർ പോയിൻ്റ് അല്ലാത്ത ഒരു പോയിൻ്റെങ്കിലും ആ സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് നോട്ട് ആൻ ഓപ്പൺ സെറ്റ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അത് ഓപ്പൺ സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സിൻ്റെ നെയ്ബർഹുഡായിട്ട് ആര് വരും? R വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഓരോ പോയിൻ്റ് Rൽ ഓരോ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. Q എന്ന് പറയുന്നത് നോട്ട് ആൻ ഓപ്പൺ സെറ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു Qയിലെ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആവില്ല എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്ലോസ്ഡ് ഇൻ്റർവൽ AB ഈസ് നോട്ട് ഓപ്പൺ സിൻസ് ഇറ്റ് ഈസ് നോട്ട് എ നെയ്ബർഹുഡ് ഓഫ് A ആൻഡ് B. ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് പറയുന്നത് ഓപ്പൺ അല്ല. കാരണം എന്താ? ഇതിൽ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എന്ന് പറഞ്ഞു എയുടെയും ബിയുടെയും നെയ്ബർഹുഡായിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ AB വരില്ല. A B എന്ന് പറയുന്ന രണ്ട് എൻഡ് പോയിൻറ്റ്സിൻ്റെ നെയ്ബർഹുഡായിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ AB വരില്ല. കാരണം എയും ബിയും അവിടെ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് അല്ല. നെക്സ്റ്റ്, ദ എംപ്റ്റി സെറ്റ് ഫൈ ഈസ് ഓപ്പൺ ഇൻ Rൽ എംപ്റ്റി സെറ്റ് ഓപ്പൺ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എലമെൻറ്റ് പോലും എംപ്റ്റി സെറ്റിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനേഷൻ അത് ഹോൾഡ് ചെയ്യും. സോ എംപ്റ്റി സെറ്റ് ഫൈ ഈസ് ഓപ്പൺ ഇൻ R. ദ നോൺ എംപ്റ്റി ഫൈനൈറ്റ് സെറ്റ് ഈസ് നോട്ട് ഓപ്പൺ. നമ്മൾ പറഞ്ഞു ഒരു ഫൈനൈറ്റ് സെറ്റിലെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പോയിന്റ് പോലും ഇൻറ്റീരിയർ പോയിന്റ് ആവില്ല. സോ അതെന്താവില്ല? ഓപ്പൺ സെറ്റ് ആവില്ല. നെക്സ്റ്റ്, സെറ്റ് ഓഫ് ഓൾ 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n ഈസ് നോട്ട് ഓപ്പൺ. ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണെന്ന് നമുക്കറിയാം അല്ലേ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ്. അപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്, നോട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു സെറ്റാണ്. അതിന് എക്സാമ്പിളാണ് 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ അല്ല. കാരണം ഇതിലെ എലമെൻറ്റ്സ് നമുക്കറിയാം അല്ലേ? 1 വരും, 1/2 വരും, 1/3 വരും, ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊരു എൻട്രി എടുത്തു കഴിഞ്ഞാലും അതൊന്നും ഇൻറ്റീരിയർ പോയിൻ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താവില്ല? ഓപ്പൺ സെറ്റ് ആവില്ല. ഇനി 0ക്ക് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1/n ഫോമിൽ ഒരുപാട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവുന്നേ ഉള്ളൂ. അവിടെ നമുക്കൊരു ഇൻ്റർവെല്ലിനെ കണ്ടുപിടിക്കാൻ, ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിനെ കണ്ടുപിടിക്കാൻ പോസിബിൾ അല്ല.
ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, എവറി ഓപ്പൺ ഇൻ്റർവൽ ഈസ് ആൻ ഓപ്പൺ സെറ്റ്. എവറി പോയിന്റ് ഓൺ ദ ഓപ്പൺ ഇൻ്റർവൽ ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. ഏതൊരു ഓപ്പൺ ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാലും അതൊരു ഓപ്പൺ സെറ്റാണ്. അതെന്തുകൊണ്ടാണ്? ഓപ്പൺ ഇൻ്റർവലിലെ എല്ലാ പോയിൻറ്സും ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് റിസൾട്ട് നോക്കാം. എവറി ഓപ്പൺ സെറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ്. നമുക്ക് പറയാം റിയൽ ലൈൻ്റെ കേസാട്ടോ പറയുന്നത്. റിയലിൽ നമുക്ക് ഏതൊരു ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദ ഇൻറ്റീരിയർ ഓഫ് എസ് ഈസ് ആൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് എസ്. ഞാൻ എന്താണ് ഇൻറ്റീരിയർ പോയിന്റ് എന്നും എന്താണ് ഇൻറ്റീരിയർ എന്നും ഉള്ളത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ സബ്സെറ്റിന് ഒരു ഇൻറ്റീരിയർ ഓഫ് എസ് എന്ന് പറയുന്നത് എസിൻ്റെ ഓപ്പൺ സബ്സെറ്റ് ആയിരിക്കും. ഇൻറ്റീരിയർ ഓഫ് എസ് എന്ന് പറയുന്നത് എസിൻ്റെ ഓപ്പൺ സബ്സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഇൻറ്റീരിയർ ഓഫ് എസ് ഈസ് ദ ലാർജസ്റ്റ് ഓപ്പൺ സബ്സെറ്റ് ഓഫ് എസ്. ഇനി ഇൻറ്റീരിയർ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻറ്റീരിയർ ഓഫ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ആണെന്ന് പറഞ്ഞു. ഇനി ഇൻറ്റീരിയർ ഓഫ് എസ് എന്ന് പറയുന്നത് എസിൻ്റെ ലാർജസ്റ്റ് ഓപ്പൺ സബ്സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു തരത്തിൽ പറയാം. ദ ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് ഈസ് എസ് കണ്ടെയ്ൻസ് എവറി ഓപ്പൺ സബ്സെറ്റ് ഓഫ് എസ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു സെറ്റ് എസ് ഉണ്ട്, ആ സെറ്റിൻ്റെ ഏറ്റവും വലിയ സബ്സെറ്റാണ് ഇൻറ്റീരിയർ ഓഫ് എസ് എന്ന് പറഞ്ഞു. ഈ ഇൻറ്റീരിയർ ഓഫ് എസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഓപ്പൺ സെറ്റാണെന്ന്. അപ്പോൾ ഈ ഇൻറ്റീരിയർ ഓഫ് എസ് എന്ന് പറയുന്നത് ഈ എസിൻ്റെ എല്ലാ ഓപ്പൺ സബ്സെറ്റുകളെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇൻറ്റീരിയർ ഓഫ് എസ് കണ്ടെയ്ൻസ് എവറി ഓപ്പൺ സബ്സെറ്റ് ഓഫ് എസ്. കാരണം എന്താ? ഇൻറ്റീരിയർ ഓഫ് എസ് ഇസ് ദ ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് ഇൻ എസ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് എസ് ഇസ് ദ ഇൻറ്റീരിയർ ഓഫ് സെറ്റ് എസ് ഇസ് ദ യൂണിയൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എസ്. അപ്പോൾ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എസ്. ഇൻറ്റീരിയർ ഓഫ് എസ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് സെറ്റാണെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ. ഇൻറ്റീരിയർ ഓഫ് എസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, എല്ലാ ഓപ്പൺ സബ്സെറ്റുകളെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ സബ്സെറ്റുകളുടെ എല്ലാത്തിൻ്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് കിട്ടുക? ഇൻറ്റീരിയർ ഓഫ് സെറ്റ് എന്ന് പറയുന്ന ആ ഓപ്പൺ സെറ്റിനെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് എസ് ഈസ് ദ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എസ്. ഓക്കെ, ദ യൂണിയൻ ഓഫ് ആൻ ആർബിട്രറി ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ. അതായത് ഒരു ഓപ്പൺ സെറ്റ്സിൻ്റെ ആർബിട്രറി ഫാമിലിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓൾവേസ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് ഓപ്പൺ സെറ്റിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും അതും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആർബിട്രറി ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിരിക്കും. അത് ഇൻ്റർസെക്ഷനിൽ ഹോൾഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോട്ട് ചെയ്യുക കേട്ടോ. ദ ഇൻ്റർസെക്ഷൻ ഓഫ് എനി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ. അതായത് കുറച്ച് ഓപ്പൺ സെറ്റുകളുണ്ട്, ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താവും? ഓപ്പൺ ആവും. ഓക്കെ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഓക്കെ, നെക്സ്റ്റ്, ദ ഇൻ്റർസെക്ഷൻ ഓഫ് ആർബിട്രറി ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ് നീഡ് നോട്ട് ബി ഓപ്പൺ. അതായത് നമ്മളിപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ആർബിട്രറി ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നീഡ് നോട്ട് ബി ഓപ്പൺ, അത് ഓപ്പൺ ആവണമെന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് SN = -1/n എന്ന് പറയുന്ന സെറ്റ് എടുത്തു. കണ്ടാൽ മനസ്സിലാവുമല്ലോ, അതൊരു ഓപ്പൺ സെറ്റാണല്ലേ. അപ്പോൾ ഈ ഓപ്പൺ സെറ്റ് എങ്ങനെയാണ് വരിക? നമുക്ക് n-ന് 1 കൊടുത്താൽ -1 എന്ന് വരും. പിന്നെ നമുക്ക് -1/2 1/2 എന്ന് വരും. പിന്നെ നമുക്ക് -1/3 1/3 എന്ന് വരും, എക്സെട്രാ എന്ന് പറഞ്ഞു പോകും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ നമുക്ക് 0 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. -1 1 എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവലാണ് വരിക. -1/2 ഇവിടെ -1/2 ഇവിടെ 1/2 ഈ ഒരു ഇൻ്റർവലാണ് വരിക. -1/3 1/3 ഇങ്ങനെ ഇൻ്റർവൽ വന്ന് ഇങ്ങനെ കുറേ ഇൻ്റർവൽസ് അല്ലേ. 0ക്ക് അടുത്ത് ഇങ്ങനെ ഒരുപാട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവൽസ് ഉണ്ടാവും. ഈ ഇൻ്റർവൽസിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷനാണ് എടുക്കുന്നത്. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ആരാണുള്ളത്? ഇൻ്റർസെക്ഷൻ ഓഫ് SN, ദാറ്റ് ഈസ് n = 1 to ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം ഈ n ടെൻസ് ടു ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഓപ്പൺ സെറ്റ് ആണോ? അല്ല. നമ്മൾ പറഞ്ഞു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്തല്ല? ഓപ്പൺ സെറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഞാൻ മാക്സിമം എക്സാമ്പിൾസ് എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഓപ്പൺ ഇൻ്റർവൽ 0 ഒക്കെ വരാറുള്ളത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 എന്ന് പറയുന്നത് എന്താവില്ല? ഓപ്പൺ ആവില്ല. ഓപ്പൺ ഇൻ്റർവൽ 0 ഓപ്പൺ ആവും. ഓക്കെ താങ്ക് യു.